താൻ ക്യാൻസർ ബാധിതയാണെന്ന വിവരം ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് സോഷ്യൽ മീഡിയ താരം രേണുസുതി വെളിപ്പെടുത്തിയത്. നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് രേണു. രോഗവിവരവും ചികിത്സ സംബന്ധിച്ച കാര്യങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ രേണു തൻ്റെ ഫോളോവേഴ്സിനെ അറിയിക്കാറുമുണ്ട്. മുമ്പ് വിമർശിച്ചിരുന്ന പലരും രേണുവിന് പിന്തുണയുമായി എത്തിയപ്പോഴും അവരുടെ വീഡിയോകൾക്ക് താഴെ എപ്പോഴും നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നുണ്ട്. അത്തരം പ്രതികരണങ്ങൾ രേണുവിന് മാനസിക പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് ബിഗ് ബോസ് സഹതാരവും ടൈറ്റിൽ വിജയിയുമായി അനുമോൾ പറഞ്ഞത്. യൂട്യൂബേഴ്സിന് പ്രതികരിക്കവെയാണ് അനുമോൾ ഇക്കാര്യം പറഞ്ഞത്. ബിഗ് ബോസിലെ സഹതാരങ്ങളായ ആദിലെ നൂറയ്ക്കൊപ്പമാണ് അനുമോൾ കഴിഞ്ഞ ദിവസം രേണുസുതിയെ സന്ദർശിച്ചത്. അനുമോളുടെ വാക്കുകൾ ഇങ്ങനെ: സോഷ്യൽ മീഡിയയിൽ ചില നെഗറ്റീവുകളൊക്കെ കാണുന്നത് കൊണ്ട് പുള്ളിക്കാരിക്ക് അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അങ്ങനെയാണ് പുള്ളിക്കാരി ഓരോ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. വീഡിയോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട ഞങ്ങൾ പറഞ്ഞു. ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പോകണ്ട, ഫോൺ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. ഡോക്ടർമാരൊക്കെ വഴക്ക് പറയുന്നുണ്ട് പുള്ളിക്കാരിയെ ഫോൺ ഉപയോഗിക്കുന്നതിന്. ഇങ്ങനെയുള്ള വീഡിയോ കാണുന്നതിനും പ്രതികരിക്കുന്നതിനുമൊക്കെ അതൊക്കെ ഒന്ന് നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേൾക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അനുമോൾ പറയുന്നു, പുള്ളിക്കാരി ഫുഡൊന്നും കഴിക്കുന്നില്ല. ശരീരഭാഗം ഇപ്പോൾ 34 കിലോഗ്രാം മാത്രമേ ഉള്ളൂ. ഇത്രയും മരുന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിരിക്കണം. ശരീരഭംഗിലും വേണം. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഹെൽത്തി ആയിട്ട് വരണം. ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. പഴയതുപോലെ വേണ്ട, അഭിനയിക്കേണ്ട, ഉദ്ഘാടനം ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ് കേൾക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. പഴയതുപോലെ വരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് അതാണ് വേണ്ടതെന്ന് അനുമോൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. നിലവിൽ താൻ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് രേണുസുതി പറഞ്ഞിരുന്നു. ക്യാൻസർ രോഗിയായ എൻ്റെ മനസ്സ് എത്രത്തോളം വേദനയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കരുതെന്ന് എല്ലാവരും ഡോക്ടറോടും പറഞ്ഞിരിക്കുന്നത്.